ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ എന്ന സംഘടന സ്ഥാപിതമായതു മുതൽ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെ ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ആ സംഘടന 3ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിലെ സാന്നിധ്യമാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ ചില സന്ദേശങ്ങളാണ് നമുക്ക് നൽകേണ്ടത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു സാഹോദര്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ സംഘടന. ഒരുമിച്ച് നിൽക്കാൻ കഴിയും. വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട്, വ്യത്യസ്തമായ ആരാധനാക്രമങ്ങൾ നിലനിർത്തിക്കൊണ്ട് മനുഷ്യരായി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ ഈ മതേതരത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ആകാശത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ ഒരു വാക്കല്ല. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു വാക്കാണ് മതേതരത്വം എന്നുള്ളത്. ഗാന്ധിയും നെഹ്റുവും ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ മറ്റുള്ള വിമോചന സമരങ്ങളുമായും സ്വാതന്ത്ര്യ സമരങ്ങളുമായും വ്യത്യസ്തമാക്കിയത് ഇത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാത്രം നടത്തിയ സമരമായിരുന്നില്ല. നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള സാമൂഹ്യനീതിക്ക് വേണ്ടി കൂടിയുള്ള പോരാട്ടമായിരുന്നു. ഔട്ട്കാസ്റ്റ് എന്നുവെച്ചാൽ ജാതിയിൽ പോലും ഇല്ല എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളുകളെ പുറന്തള്ളിയിരുന്ന, മനുഷ്യരായി കൂട്ടാൻ പോലും പരിഗണിക്കാതിരുന്ന ഒരു കാലത്ത് നിന്ന് അവരെ മനുഷ്യരായി കരുതണം, അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരണം എന്നതിനു വേണ്ടി കൂടി നടത്തിയ പോരാട്ടമായിരുന്നു. ജാതിമത ചിന്തകൾക്ക് അതീതമായി തോളോട് തോളുരുമിക്കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഒരു രാജ്യത്തിന്, ഇത്രയും വൈവിധ്യങ്ങളുള്ളൊരു രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് ചേരാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജാണ്. മതേതരത്വം എന്നുള്ള വാക്കൊരു പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് സെക്കുലറിസം എന്നുള്ള വാക്ക് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതത്തിന്റെ നിരാസമാണ്. ആ വെസ്റ്റേൺ സെക്കുലറിസത്തിൽ നിന്ന് ഇന്ത്യൻ സെക്കുലറിസത്തെ വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യൻ സെക്കുലറിസം റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല, അത് ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം. ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിച്ച് നമ്മൾ ആ മതവിശ്വാസപ്രകാരം ജീവിക്കുമ്പോൾ, ആരാധനാക്രമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ, തൊട്ടപ്പുറത്തെ നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവന്റെ മുന്നിൽ പോയി നിന്ന് അവനെ നമ്മൾ സംരക്ഷിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത്. അതാണ് നമ്മളാണ് പറയേണ്ടത്. നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവരെ സംരക്ഷിക്കാൻ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ ചെന്ന് നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോഴാണ് ഇന്ത്യൻ മതേതരത്വം അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യ സമരവുമായി അതിന്റെ ചിന്തയുമായി കൂട്ടിയിണക്കുമ്പോൾ അത് അർത്ഥപൂർണമാകുന്നത് അപ്പോൾ മാത്രമാണ്. അതിന് നമുക്ക് കഴിയും. കേരളമാണ് അതിന് മാതൃക കാണിക്കേണ്ടത് എന്ന നിലപാടാണ് എനിക്കുള്ളത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്തോടുള്ള നമ്മുടെ പ്രഖ്യാപനമാകണം. കേരളം സെക്കുലറാണ്. ഏത് തെരഞ്ഞെടുപ്പോ ഏത് രാഷ്ട്രീയമോ എന്തുമുണ്ടാകട്ടെ, ഒന്നിനെയും നമ്മളെ തളർത്താൻ നമ്മൾ സമ്മതിക്കരുത്, നമ്മളെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കരുത്. ഭിന്നിപ്പിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നു. ഭിന്നിപ്പിക്കാൻ അത് കേവല രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കേവലമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ. പക്ഷേ നാട് തകർന്നു പോകാൻ പാടില്ല. 1ാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857. ആ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടിയത് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്.